പരീക്ഷയ്ക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പോയതാ. കുട്ടികളെ കൊണ്ടുവരാൻ പറ്റൂല. കാരണം ഇന്നത്തെ കഥ നിങ്ങൾക്ക് അറിയില്ലേ, ഫുള്ള് ലഹരിയാണ് നമ്മുടെ സ്കൂൾ പരിസരം. ഫുള്ള് ഇതുപോലത്തെ കുട്ടികളൊക്കെയാണ് ഒരു നോട്ടിടുന്നത്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധിച്ചാൽ അത്രയും നന്ദി. അല്ല, വേറെ കാര്യം ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. പെടേണ്ട കുട്ടികൾ തന്നെ പെട്ടു, അല്ലാതെ വെറുതെ കുട്ടികൾ പെടൊന്നും പെടുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓനൊക്കെ അതിൻ്റെതായ ഒരു പക്വതയും ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ഒന്നും ഒരു ശ്രദ്ധിക്കാന്ന് പറഞ്ഞില്ലേ, ശ്രദ്ധിക്കൽ എങ്ങനെയാ അറിയോ, ഇവരെങ്ങനെ റൂമിന്റെ ഉള്ളിൽ ഇട്ടുങ്ങാണ്ട് അടച്ചിട്ടുങ്ങാണ്ട് ഇതായിട്ട് ഒരു മൊബൈൽ കൊടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും ഞങ്ങൾ വിളിക്കുമ്പോ പോയാൽ മതി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല. അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചുമ്പോ വന്നാൽ മതി. ഒരു കളിച്ചാൻ ഓരോ മൊബൈലൊക്കെ കൊടുത്തുങ്ങാണ്ട് കൊണ്ടുവരില്ല. അവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം, മനസ്സിലായി അല്ലേ? അതിനല്ല പിടിക്ക എന്താ പോലെ ആടിക്കളിയൊക്കെ. അതായത് നമ്മൾ ഈ കുട്ടികൾക്ക് പിന്നെ ഈ മൊബൈല് വേണമെന്ന് പറയുമ്പോ മൊബൈലും ആയിക്കോളും, അതേമാതിരി ബൈക്ക് വേണമെന്ന് പറയുമ്പോ ബൈക്കും ആയിക്കോട്ടെ. ഈ കുട്ടികൾ തോണ്ടി ഏരിയനെ പോണ് നിങ്ങൾ ചോദിക്കലുണ്ടോ? ഇല്ലല്ലോ. അതിനൊക്കെ ഒരു സമയം സന്ദർഭമൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾ മേടിച്ചു കൊടുത്തോളി, അതിന് കുഴപ്പമില്ല. പിന്നെ എന്താണെന്നറിയോ, ഇതേമാതിരി പിന്നോലെ നടന്നേം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇന്നിപ്പോ എന്തൊക്കെ വീട്ടിന്റെ ഉള്ളിൽ കുത്തിരിക്കണ കുട്ടികളാണ് തൂങ്ങി മരിച്ച നിമിഷ നേരം കൊണ്ട്. അതിനെന്താ പ്രശ്നം അറിയോ, 50 ഉറുപ്പ്യ ഇപ്പൊ പിന്നെ ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ വന്റെ ഇപ്പൊ ഗൾഫിലേക്കാണ് മറ്റ 50 ഉറുപ്പ്യാണ് ഒരു 500 പിന്നെ കുട്ടികൾ കേട് കായ് കൊടുത്തതും കൊണ്ട് സ്നേഹാവില്ല. അത് അവർക്ക് ആവശ്യത്തിന് വേണം. ഒരു പെൻസിൽ വാങ്ങാനാണെച്ചാല് ഒരു 10 ഉറുപ്പ്യന്റെ കാശിന്റെ ആവശ്യമുള്ളൂ വെച്ചാല് നിങ്ങൾ എന്തിനാ 50 കൊടുക്കാൻ നിൽക്കണം? ഈ കുട്ടികൾ ഇതുകൊണ്ട് പോയിട്ട് തോന്നിയത് ആയിട്ടുണ്ടോ നിങ്ങൾ നോക്കണ്ടോ? അവരോല അതുകൊണ്ട് അപ്പൊ ഓലക്ക് ഈ പറഞ്ഞ മാതിരി ഓരോ ലഹരി മുട്ടായികളും മറ്റതും മറിച്ചതുമായിട്ട് ഇതേമാതിരിയുള്ള ഓരോ ചങ്ങായിമാര് വരും. ഇതിൽ കുട്ടികൾ അഡിക്റ്റായി പോവുകയാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് കൊടുക്കണം കുട്ടികളെ എന്ന് കരുതിയിട്ട് ഓരോ കസ്റ്റഡിയിൽ കൊണ്ട് വെക്കരുത്. ഓലിനെ ഒന്ന് വെറുതെ വിട്ടു നോക്കി നിസാരം ഇപ്പൊ ഇവര് സ്കൂൾക്ക് പോയി വല്ല കൂട്ടല്ല പറയണത്. കുട്ടികൾ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാല് ഇന്റെ കുട്ടീന്ന് സ്കൂളിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഇന്ന് അവിടെ ഹാജരുണ്ടോ, ടീച്ചറോട് അത് അന്വേഷിക്കുക, അല്ലെങ്കിൽ മാഷന്മാരോടൊന്നും ചോദിക്കുക ഇല്ല. വൈകുന്നേരത്തെ ഈ കുട്ടി വന്നാൽ ഈ സ്കൂളിൽ പോയിന്നോ, ഇന്ന് എന്തേ പഠിച്ചു, ഒരു രക്ഷിതാക്കളും ചോദിക്കില്ല. അതായത് നമ്മള് ഈ കുട്ടികൾ എന്താണ് ചെയ്യണത് നമ്മൾ നോക്കുക. അതായത് ഓരവിടെ ഒരു റൂമിന്റെ ഉള്ളിലേക്കാണ്ട് കയറും, എന്നിട്ട് വാതിൽ അടച്ചിട്ട് അതിന്റെ ഉള്ളിൽ കുട്ടികൾ എന്താ അതിന്റെ ഉള്ളിൽ ചെയ്യണം നിങ്ങൾ ആരെങ്കിലും നോക്കാനുണ്ടോ? അതുപോലെ പ്രൈവസിക്ക് അതന്നെ. പിന്നെ നിങ്ങൾ പിന്നാലെ ഇങ്ങനെ കുട്ടികളെ പിന്നാലെ നടന്നതും കൊണ്ട് എന്താ കാര്യം? അല്ല, ഇപ്പൊ ടീച്ചർമാരും മാഷന്മാരും സ്കൂളിൽ മീറ്റിങ്ങിന് രക്ഷിതാക്കളെ വിളിച്ചാൽ അങ്ങനത്തെ കുട്ടികൾ പിന്നെ സ്കൂളിൽ ചെല്ലുന്നുണ്ടോ, പഠിക്കണുണ്ടോ, രക്ഷിതാക്കൾ നോക്കാതെ പിന്നെ ആ കുട്ടികൾക്ക് നേരാകും. ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ, നമ്മളെ ഈ പരിസരത്തിന്റെ സ്കൂളുകളിൽ എത്ര എണ്ണം 1, 2, 3 പറഞ്ഞിട്ട് 2, 3 എണ്ണം ആത്മഹത്യ ചെയ്തത്. എന്തുകൊണ്ടാ വരുന്നത്? നോട്ടക്കുറവും അതാണ്. ഇവര് വേണ്ടാത്തതും ഒക്കെ ഈ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിട്ട് കണ്ടും ഇതൊക്കെ പഠിച്ചാണ്. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ആട്ടക്കളം, രാജമ്പാടി, പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് പല കളികളുണ്ടാവും. ഇന്ന് ആർക്കെങ്കിലും ആ കളികൾ വല്ലതും അറിയോ? ആർക്കെങ്കിലും അറിയില്ല. ഇന്ന് ഈ കുട്ടികൾക്ക് 24 മണിക്കൂർ ഈ മൊബൈലിന്റെ ഉള്ളിൽ കണ്ട് കയറി കുത്തിരിക്കുകയാണ്. കുട്ടികളെ ഒന്ന് ദേഹാനങ്ങിയിട്ട് ഒന്ന് പിന്നെ കളിച്ചാൻ കണ്ടുകൂടെ കുട്ടികൾ വണ്ടി വരുന്ന സമയത്ത് വണ്ടിക്കാർ ഓണർച്ചാലും ശ്രദ്ധിക്കില്ല. പോവുകയാണ്, ഒരേ പോക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ബാക്കിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ വേറൊരു മല വീഴുന്നുണ്ടോ അതൊന്നും അവരറിയില്ല. അത് കുട്ടികളുടെ ഭാഗത്തുള്ളത്. പക്ഷെ രക്ഷിതാക്കള് എന്ന് വിചാരിച്ചിട്ട് കുറ്റങ്ങൾ അടക്കി പൊടിച്ചിട്ട് ഏത് കാലത്ത് ഇരിക്കാൻ പാടില്ല. ഓരേതായ കാര്യത്തിന് ഇങ്ങനെ പ്രൈവസി കൊടുക്കണം. ഏത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പത്തെ കുട്ടികൾക്ക് താങ്ങാതെ കഴിവില്ല. നമ്മൾ പണ്ട് എത്ര നമ്മളെ വാപ്പിയമ്മ തല്ലിക്കണു, ഇന്നൊന്ന് തല്ലിക്കഴിഞ്ഞാൽ ഓല് തെറ്റിയിട്ട് ഒരിക്കലും പോകും. ചെറിയ മനസ്സാണ് ഇപ്പൊ കാണുന്നത്, വലിയ കാര്യങ്ങളാണ്. ഓല് ഉൾക്കൊള്ളണം. എന്താ അറിയോ, വേറെ പുറത്തുള്ള ചിന്തകളാണ്. നമ്മൾ ചെറിയ മനസ്സിലുള്ളത്. പക്ഷെ നമ്മളൊക്കെ ഇതില് നോളേജ് ഉണ്ട് ഓൽക്ക്, ഞമ്മക്കറിയില്ല ഇതിലെന്താ പറഞ്ഞിട്ട് കാര്യമല്ല. കുട്ടികള് വേണ്ടല്ല ഉപയോഗിക്കണത് ഈ നോളജേ. ഒന്ന് വാപ്പെന്ന് ചീത്ത പറഞ്ഞു തെറ്റി
നേരെ പോയി റൂമിൽ കയറി വാതിലടച്ചു. അവർക്ക് എന്താ പറ്റിച്ച അത് ചിരിയാണ്. എവിടുക്ക ഇന്ന് പണി ഉണ്ടാവില്ലടാ, കിട്ടിയുമ്പോൾ അടിച്ചു ചെയ്തില്ലേ? അതായത് അഖിലപ്പോ അല്ല അപ്പൊ അന്റെ പെണ്ണുങ്ങളെ കുട്ടികൾ എങ്ങനെയാണ് അല്ല ഒരു മിനിറ്റ്, ഈ കിട്ടുന്ന കാശ് കൊണ്ടേ ഈ വള്ളടിക്കുന്ന ഭാര്യക്കും മക്കൾക്കും എന്തെങ്കിലും വാങ്ങിക്കൊടുത്തത് ഈ പണിയെടുത്ത് അഞ്ച് കണ്ടുപിടിക്കുക എന്തായാലും അർത്ഥമല്ലേ ചങ്ങായി? അല്ല ഞാൻ പറയണ ആദ്യം കഴിയും. ഞാൻ പറഞ്ഞ കാലില് തുടങ്ങിയ മുതൽ എന്റെ പരിപാടി ഇതാണ്. ഇതിൽ എട്ടവും പണിക്കോവും, അതിന് വള്ളടിച്ച് വരും. എന്റെ കുടിയിൽ കുട്ടികളും ഭാര്യയൊക്കെ അല്ലേ, അനക്ക് നല്ല ഇങ്ങനെ നന്നായിക്കൂടെ? എന്താ പറഞ്ഞിട്ട് നന്നാവും, കുഞ്ഞിറ്റി നന്നാവും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മള് കുടുംബം നോക്കിയിട്ട് പിന്നെ കുഞ്ഞിറ്റി നന്നാകണമെങ്കിൽ മേത്ത് വല്ലതും വാരി തേക്കേണ്ടി വരും. കുഞ്ഞിറ്റി നന്നാ പരിപാടി ആദ്യം നിർത്തും, കിട്ടുന്നത് കുടിയിൽ കൊടുക്കാൻ നോക്കും കേട്ടോ. ആയിക്കോട്ടെ. എവിടുത്തെ ഇങ്ങോട്ടല്ലേ പോണ്? ഈ റോഡ് കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. കുട്ടികള് എന്നെ കണ്ടിട്ടാണ് കുട്ടികളിപ്പോ അവിടുന്ന് ഇവിടുന്ന് കണ്ടിട്ട് പേടിച്ചിട്ടാണ്. പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ, നമ്മള് ഇവിടെ ഉള്ള ആളൊന്നും അറിയില്ലല്ലോ. ഓലിപ്പോ എന്റെ ഇതൊന്നും ഓലിക്കറിയില്ല. ചെറിയ കുട്ടികളല്ലേ, എന്റെ കണ്ണും തലയും മുടിയൊക്കെ പാടെ കണ്ടിട്ട് ഓലിപ്പോ രാമദാന ഇറങ്ങാണ്ട് വണ്ടിക്കും ഇത്തരനാള്. അതപ്പോ അവനെ കൊണ്ടുനടക്കണേ. ഞാൻ ഉണ്ടാകട്ടോ, ധൃതി ഇല്ല. കുറച്ചേരം അവിടെ കുത്തിരുന്നോ? വേറെ പണിയൊന്നുമില്ലല്ലോ. ആയിക്കോട്ടെ. ഇനി ഇവരെ സ്കൂളിലേക്കൊക്കെ ഒറ്റക്ക് പോകണം. നിങ്ങൾ ഇതുവരെയൊക്കെ ഒന്ന് നോക്കണം. നമ്മളില്ലെങ്കിലും നമ്മള് ചിലപ്പോ ഉണ്ടായിക്കോണമെന്നില്ല. അതിപ്പോ ഈ അത് നമ്മള് ആരെ കണ്ടാലും ഇപ്പൊ എന്റെ കുട്ടികളെന്നല്ല, ഞങ്ങളൊരു കുട്ടികളെ ആര് പോകണ്ടെങ്കിൽ ഒരു പട്ടി നായകൾ പിന്നാലെ വരികയാണെങ്കിൽ ഞങ്ങൾ എറിഞ്ഞാട്ട് നോക്കും. ഞങ്ങളെ കടന്നു അത് എല്ലാവരും മക്കളും നമ്മളെ മക്കളുമായിട്ട്. ഒരു ദിവസം ഇവിടെ പിന്നാലെ ഓടിയിട്ട് ആരോ കണ്ടിട്ട് നായിനെ അടിച്ചപ്പോ ഓടി നായി. കഴിഞ്ഞ ആഴ്ചല്ലേ അത് ഞാൻ തന്നെ 4 ദിവസം പനിച്ചു കിടന്ന് പേടിച്ചിട്ട്. ഞാനന്നില്ലെങ്കിൽ ഓളെ കടിച്ചു ചെയ്തു. എത്ര കുട്ടികളാ? 2 ആള്. ഇപ്പം മൂത്തത് മൂത്താണ്. എന്താ ഓളെ പേരെന്താ? നല്ല പേര് റുബീന. അത് നല്ല പേരാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്റെ പേരെന്താ? അഭിലാഷ്. അത് ഓന്റെ പേര് നല്ലതാണ്. പക്ഷെ ലഹരിക്കാര് നമ്മള് പറഞ്ഞു തരുന്നോണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി. കാരണം വാപ്പയൊക്കെ നിങ്ങളെ പിന്നാലെ ഈ പോരാനുള്ള ഇടങ്ങാറുണ്ടാവണം. എന്തുകൊണ്ടാണ് ഓർക്ക് മനസ്സിന്റെ ഉള്ളിൽ അത്രത്തോളം ബേജാറാ. നിങ്ങൾ ഈ സ്കൂളിൽ പോയിട്ട് എന്താ അവിടെ കാട്ടുന്നത്? അവർക്ക് പേടിയാണ്. കാരണം ഓരോരുത്തർ കൈകന്മാരമാതിരി കാത്തു കുത്തിരിക്കുക കുട്ടികളെ നോക്കിയിട്ടേ. ആ ചെറിയ പൊടി കുട്ടികളുടെ അടുത്ത് ഈ കഞ്ചാവ് മയക്കുമരുന്ന് സാധനങ്ങളൊക്കെ കൊടുക്കുക. സ്കൂളിന്റെ പരിസരത്ത് വരെ കാത്തു നിൽക്കുന്നുണ്ട്. അതിലൊന്നും എൻ്റെ കുട്ടികൾ പോയി പടരുത് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ കണ്ട് അടിമയായി കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നാക്കം വരാൻ പറ്റൂല. പിന്നെ വല്ല ഭ്രാന്താശുപത്രിയിലോ അവിടെ ഇവിടെയൊക്കെ പോണൊരവസ്ഥ ഉണ്ടാവും. ഈ വാപ്പയും ഉമ്മയും ഉള്ളിൽ കടന്നിട്ട് ഈ ബേജാറാവുകൊണ്ടാണ് നിങ്ങളെ പിന്നാലെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിലൊന്നും പെടൂല എന്നുള്ള നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഓല് നിങ്ങളെ ഫ്രീ ആയിട്ടായിട്ട് വിട്ടുതരും. അപ്പൊ നിങ്ങളും ഒന്ന് നല്ലോണം ശ്രദ്ധിക്കുക. അതേമാതിരി കുട്ടികളെ കൂടെ ഒക്കെ നല്ല കുട്ടികളെ കൂട്ടുകൂടി കളിക്കാനും ഒക്കെ അതാ അപ്പൊ ഇപ്പൊ ആടത്ത് പോടി അധികം ഇതിലും ഒരു ചൂടലൊക്കെ എടുത്തിട്ട് നടക്കുക. ഇങ്ങനെയൊക്കെ പഴയ മാതിരി ഒക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പറഞ്ഞാലേ എങ്ങനത്തെ കഞ്ചാവ് വലിക്കണേ വെള്ളമൊടിച്ചിനും നല്ല കൂട്ടുകാര്. നമ്മള് ഒരു അപകടത്തിൽപ്പെട്ട നമ്മളെ ജീവൻ പോലും ഓരോ ജീവൻ തന്ന രക്ഷിക്കുന്നത് അതാണ് കൂട്ടുകാർ. അങ്ങനത്തെ കൂട്ടുകൂടണം. അങ്ങനത്തെ ഇന്നത്തെ ജീവിത രീതി തന്നെ തീരെ മോശമായ കാരണം എന്താന്ന് വെച്ചാൽ കുട്ടികൾ ഇന്ന് ആ തിന്നണ സാധനം എന്താ പോയി നല്ല സാധനം തോന്നുന്നുണ്ടോ? ഇത് നല്ല സാധനം തോന്നുന്നുണ്ടോ? പഴയ കാലത്തെ മാതിരി ചേമ്പും താളും പൂളക്കേങ്ങും ഇതൊക്കെ തിന്നിട്ട് വളർന്നു നോക്കാം. ഇന്നത്തെ കാലത്തൊന്നും ആർക്കും അറിയില്ല. പഴയ കാലത്തിലേക്ക് ശരിക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരണം. പഴയ കാലം എല്ലോ ഇത് വളർന്നു പറഞ്ഞു. എന്തേ വളർന്നത്? ഇതേമാതിരിയുള്ള ലഹരി വളർന്നു, മയക്കുമരുന്നും കഞ്ചാവ് മറ്റതും മറിച്ചതുമായിട്ട് വളർന്നു. അതന്നെ വളർച്ചണ്ടായത്.
അല്ലാണ്ട് ഒരു വളർച്ച ഉണ്ടായില്ല. പോകാ ആയിക്കോട്ടെ, നിങ്ങൾ വിട്ടുവിളി. ഇവനിപ്പോ സ്കൂളിൽ ഫുട്ബോളിന്റെ ക്യാമ്പ് തുടങ്ങുന്നുണ്ട് ഇത്രേ. ഓനെ ഞാനിന്ന് അവിടെ കൊണ്ടുപോയി ചേർത്തോളാം. ഓനെ കുറച്ചേരം ഒരു ഒഴിവ് കിട്ടുമല്ലോ, 2 ഡാൻസിനോ എന്തിനും ചേർത്തും ചെയ്യാം. നല്ല കഴിവുള്ള കുട്ടികളാണ്. ഓലെ ഒഴിഞ്ഞ് കൊടുത്തു കൊടുക്കണം. നമ്മളിതുപോലെ പിന്നാലെ നടന്നാടുമ്പോ ഓൽക്കന്നെ ഇതെന്താ അപ്പൊ ഞങ്ങൾ വല്ല കൊലപ്പുള്ളികളാണോ അതിന്റെ മാതിരി ഓൽക്കന്നെ മനസ്സിൽ ടെൻഷൻ വരുള്ളി. അത് പാടില്ല. ഞാൻ പോകണം, എനിക്ക് വേറെ ബൈക്ക് പോകാണ്ട്. മഴ വരുന്നുണ്ട്, ഞങ്ങളാണ് പോട്ടെന്നാ. ആയിക്കോട്ടെ പോയാലോ? ആയിക്കോട്ടെ. പിന്നെ ഇനിയിപ്പോ എന്താ തിരക്കെന്തേലും ഉണ്ടോ? തിരക്ക് എനിക്ക് മണ്ണാർക്കാടൊന്ന് പോകും വേണം. ആയിക്കോട്ടെ. ഞാൻ ചെറുക്കൻ്റെ ഒന്ന് പോയിട്ട് വരണമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. കുടിക്കാത്ത എന്തായാലും ആ കുട്ടികളെ കണ്ടിട്ട് 4 വാക്ക് പറഞ്ഞു നോക്കുമ്പോ മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ട്. അതെ, ഇതൊന്നും ഇന്നത്തെ കാലത്ത് കുട്ടികളെ ആരോടും പറഞ്ഞു കൊടുക്കണില്ല, ഒന്നുമില്ല. അത് ഇങ്ങോട്ടല്ലേ? ആ